UCL ഫൈനലിൽ PSG-യുടെ നരിവേട്ടയായിരുന്നു ഇന്റർ മിലാനെതിരെ 5-0 എന്നുള്ളൊരു സ്കോറിന് ഇന്റർ മിലാനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് UCL-ൽ PSG അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ UCL ട്രോഫി അങ്ങോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. 5-0 UCL ഫൈനൽ ഹിസ്റ്ററിയിൽ ഏറ്റവും വേസ്റ്റ് പരാജയമാണ് ഇന്റർ മിലാൻ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം PSG എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടീം 1970-ലാണ് ഫോം ചെയ്തിട്ടുള്ളത്. 2011-ൽ ഖത്തരി ഇൻവെസ്റ്റ്മെൻറ്റ് അറബ് ഓണർഷിപ്പ് വന്നതിന് ശേഷം അവർ കാശ് എറിയായിരുന്നു ഈ ഒരു യൂറോപ്യൻ ചാമ്പ്യൻസ് ആവാൻ. അവർക്ക് എങ്ങനെയെങ്കിലും യൂറോപ്യൻ ചാമ്പ്യൻസ് ആവണം. അതിന് വേണ്ടിയിട്ട് പല ലെജൻസും ടീമിൽ വന്നു പോയിട്ടുണ്ട്. നമുക്കറിയാം മെസ്സി, നെയ്മർ, എംബാപ്പെ, പിന്നെ ഇബ്രാഹിമോവിച്ച്, കവാനി, ഡിമരി, അങ്ങനെ പേരെടുത്ത് പറയുന്ന കുറേ ലെജൻസ് വന്നു പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഈ ഒരു UCL ട്രോഫി എന്നുള്ള ഈ ഒരു PSG-യുടെ സ്വപ്നം അതവർക്ക് നേടിക്കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇതുവരെ. പക്ഷേ പിന്നെ അവരവരുടെ പ്ലാൻ മാറ്റി. അവർ പ്രോപ്പറായിട്ട് ലൂയിസ് എൻറിക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസിപ്ലിൻഡ് കോച്ചിനെ കൊണ്ടുവന്നു. ആ ഒരു കോച്ചിൻ്റെ അണ്ടറിൽ ഒരു പ്രോപ്പർ ടീമിനെ ബിൽഡ് ചെയ്തെടുത്തു. ആ ഒരു ടീമിൻ്റെ അണ്ടറിൽ PSG അവരവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ UCL ട്രോഫി അങ്ങോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു PSG-യുടെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർ മിലാന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ ഒരു UCL ഫൈനലിൽ 5 ഗോൾ ഇന്റർ മിലാൻ കൺസീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ആകെ 2 ഷോട്ട് മാത്രമേ അവർക്ക് ഓൺ ടാർഗറ്റിലോട്ട് PSG-യുടെ അടിക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം അത്രയും പ്രോപ്പർ ഡിഫെൻഡിങ് ആയിരുന്നു PSG-യുടെ ഭാഗത്ത് നിന്നും, അത്രയും പ്രോപ്പർ മിഡ്ഫീൽഡിങ് ആയിരുന്നു PSG-യുടെ ഭാഗത്ത് നിന്നും. നമുക്കൊരു വിറ്റീനിയുടെ ഒക്കെ ഒരു ക്രിയേറ്റീവ് പ്ലാൻ, ഒരു ദശരഥുവിൻ്റെ ആ ഒരു 3ാമത്തെ ഗോളൊക്കെ നമ്മൾ കണ്ടതാണ്. എച്ചാതി പെർഫോമൻസ് ആണ് PSG പുറത്തെടുത്തത്. ഒന്നും പറയാനില്ല ഈ ഒരു PSG-യുടെ പെർഫോമൻസിനെ പറ്റി. നമുക്കറിയാം ഈ ഒരു ഇന്റർ മിലാൻ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ടീമിൻ്റെ പവർ ബാഴ്സലോണേനൊക്കെ 7-6 7-6 എന്നുള്ള ഒരു ആഗ്രിഗേറ്റ് സ്കോറിന് പരാജയപ്പെടുത്തിയ ഒരു പുലിയായിരുന്നു ഇന്റർ മിലാൻ എന്ന് പറഞ്ഞ ടീം ഒരു UCL ഫൈനൽ നടക്കുന്നതിന് മുമ്പ് വരെ. ഈ ഒരു മാച്ച് കണ്ടതോടുകൂടി PSG-യുടെ മുന്നിൽ ഒരു പൂച്ചയായി പോയി ഇന്റർ മിലാൻ ടീം. കാരണം അത്രയും അവർക്കൊരു അറ്റാക്കിങ്ങിൻ്റെ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അറ്റാക്ക് വന്നിട്ടില്ല. ഫസ്റ്റ് ഹാഫിലൊക്കെ അവർ കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു ഇന്റർ മിലാൻ്റെ ഭാഗത്തു നിന്നും. സെക്കൻഡ് ഹാഫിലാണ് അവർ പിന്നെയും കുറച്ചൊരു 2 ഓൺ ടാർഗറ്റ് ഷോട്ടേ വന്നത്. അങ്ങനെ ഒരു സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടി അവരൊന്ന് ലെവലപ്പായത്. പക്ഷേ PSG-യുടെ അറ്റാക്കിൻ്റെ എതിരെ ഒന്നും പിടിച്ചിരിക്കാൻ പറ്റിയൊരു അറ്റാക്കേ അല്ല ഇന്റർ മിലാൻ്റെ ഭാഗത്തു നിന്നും വന്നത്. കംപ്ലീറ്റ് അവരുടെ ഭാഗത്തു നിന്നും കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. സിമിയോൺ ഇൻസാഗിയുടെ ടീം കംപ്ലീറ്റ് ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ഈ ഒരു മാച്ചിൽ. 5-0 എന്നുള്ള വേസ്റ്റ് ഒരു പരാജയം അവർക്ക് UCL ഫൈനലിൽ ചരിത്രത്തിലെ ഏറ്റവും വേസ്റ്റ് പരാജയം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു അതിൻ്റെ ഒരു റിസൾട്ടായിട്ട്. സോ PSG എന്ന് പറയുന്ന ടീം ഈ ഒരു മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ദസേരദോയാണ്. അദ്ദേഹം 2 ഗോളും 1 അസിസ്റ്റും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഹക്കീമിയുടെ ഗോളിൻ്റെ അസിസ്റ്റ് ദസേരദോയുടെ ഭാഗത്ത് നിന്നുമായിരുന്നു. പിന്നെ സെക്കൻഡ് ഗോൾ ഡെംബലയുടെ അസിസ്റ്റിൽ നിന്നും ദസേരദോ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ വിറ്റീനിയുടെ അസിസ്റ്റിൽ നിന്നും വീണ്ടും ദസേരദോ ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ അദ്ദേഹമാണ് ഈ ഒരു മാച്ചിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത്. PSG-യുടെ ബാക്കിയുള്ള എല്ലാ ഡോണറുമൊക്കെ ഇന്നലെ ഒരു UCL ഫൈനലിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ആകെ 2 ഗോൾ കീപ്പർ സേവ് 2 വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന് വലിയ പണിയൊന്നുമില്ലായിരുന്നു. ബാക്കിയൊക്കെ പ്രോപ്പർ ഡിഫൻസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു അധികം പണിയുണ്ടായിരുന്നത്. പക്ഷേ ഇന്റർ മിലാൻ്റെ അറ്റാക്കുകളൊന്നും ഒരു പഞ്ചില്ലാത്തത് കൊണ്ട് PSG-ക്ക് ഒരു UCL ഫൈനലാണ് എന്നുള്ള ബോധം പോലും PSG-ക്ക് ഇല്ലായിരുന്നു. അവരവരുടെ ഹോം മാച്ചിൽ, അതായത് പാരീസിൽ പാർക്ക് ഡസ് പ്രിൻസസിൽ ഒരു ലീഗ് 1 മാച്ച് കളിച്ചതുപോലെ ആ ഒരു ലീഗ് 1 മാച്ചിൽ അവർ 5-0 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു. വളരെ കൂളായിട്ട് ദസരേദുവൊക്കെ എന്ത് കൂളായിട്ടാണ് ആ ഒരു മാച്ച് കളിച്ചത്. സോ അവരുടെ ആ ഒരു പാർക്ക് ഡസ് പ്രിൻസസ് ലീഗ് 1 മാച്ച് കളിച്ചു. ആ ഒരു മാച്ചിൽ 5-0 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു. അങ്ങനത്തെ ഒരു ലാഘവത്തോടു കൂടിയാണ് അവർ ആ ഒരു മാച്ച് കളിച്ചത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ആദ്യത്തെ UCL ട്രോഫി വിജയിക്കാനും പറ്റി. ലൂയിസ് എൻറിക്കയുടെ അണ്ടറിൽ കഴിഞ്ഞ സീസണിൽ സെമി ഫൈനൽ വരെ എത്തിയായിരുന്നു. പക്ഷേ സെമി ഫൈനലിൽ ഡോട്ട്മുണ്ടിനായിട്ട് പരാജയപ്പെട്ടവർ പുറത്തായി. ഈ ഒരു സീസണിൽ അവരുടെ ജേണിയും പിന്നെ 1.5 ജേണിയാണ്. അവർ നമുക്കറിയാം മറ്റേ പോയിന്റ് ടേബിളിൽ, അതായത് ഒരു വേറെ ഫോർമാറ്റിലാണല്ലോ ഈ ഒരു സീസണിലെ ചാമ്പ്യൻസ് ലീഗ് വന്നത്. സോ അവിടെ നിന്ന് ഏറ്റവും ലോ ടീമിലായിരുന്നു PSG ഉണ്ടായിരുന്നത്, ഏറ്റവും താഴെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് എങ്ങനെയൊക്കെ അവർ റൗണ്ട് ഓഫ് 16 നോക്കൗട്ടിന് ക്വാളിഫൈ ആയി. അവിടുന്ന് നോക്കൗട്ടിൽ അവർക്ക് ബ്രസ്റ്റിനെ കിട്ടി. ബ്രസ്റ്റിനെ 10-0 പരാജയപ്പെടുത്തി. അത് കഴിഞ്ഞ് ടേബിൾ ടോപ്പേഴ്സ് ആയിട്ടുള്ള ലിവർപൂളിനായിരുന്നു അവർക്ക് റൗണ്ട് ഓഫ് 16 കിട്ടിയിരുന്നത്. അവരെടുത്ത് പുറത്താക്കി കളഞ്ഞു. പിന്നെ ആസ്റ്റൺ വിയനെ കിട്ടി, അവരെടുത്ത് പുറത്താക്കി കളഞ്ഞു. പിന്നെ മറ്റേ ആഴ്സണലിനെ കിട്ടി, അവരെടുത്ത് പുറത്താക്കി കളഞ്ഞു. ഒരു PSG-യുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഴ്സണൽ റയൽ മാഡ്രിഡിനൊക്കെ 5-1 എന്നുള്ള സ്കോറിന് പരാജയപ്പെടുത്തിയിട്ടാണ് അവർ സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയത്. പക്ഷേ PSG-യുടെ മുന്നിലെത്തിയപ്പോൾ ഒരു ആഴ്സണൽ എന്ന് പറയുന്ന ആ ഒരു ടീം ഭയങ്കരമായിട്ട് പൂച്ചയായിപ്പോയി. ഒന്നും ചെയ്യാല്ല, 3-1 എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെട്ടു. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അതാണ് ഈ ഒരു സീസണിലെ PSG ടീമിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ആ ഒരു കൂൾനെസ്സോട് കൂടി തന്നെ അവർ ഇന്റർ മിലാനെതിരെയും കളിച്ചു. ഇന്റർ മിലാൻ പൂച്ചയായി. അവർ പരാജയപ്പെട്ടു. 5-0 എന്നുള്ളൊരു സ്കോറിന് പരാജയപ്പെട്ടു. അങ്ങനെ PSG അവരവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ UCL ട്രോഫി സ്വന്തമാക്കി. 2025 നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇയറാണ് ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം. പല ടീമുകളും പല വർഷങ്ങൾക്ക് ശേഷം ഒരു ചാമ്പ്യൻസ് ട്രോഫി പല മേജർ ട്രോഫി നേടുന്നു. പലരുടെയും
കരിയറിൽ ആദ്യമായിട്ടൊരു മേജർ ട്രോഫി നേടുന്നു. അങ്ങനെ PSG അവരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 1970 ഫോം ചെയ്ത ഈ ഒരു PSG ടീം ചരിത്രത്തിൽ ആദ്യമായിട്ട് അവരൊരു UCL ട്രോഫിയും വിൻ ചെയ്തു. അവർ രണ്ടാമത്തെ തവണയാണ് UCL ഫൈനലിൽ എത്തുന്നത്. 2020 നെയ്മറിൻ്റെ അണ്ടറിൽ UCL ഫൈനലിൽ എത്തിയിരുന്നു, പക്ഷേ അത് ബയണിനായിട്ട് പരാജയപ്പെട്ടു. രണ്ടാം തവണ അവരവരുടെ ആ ഒരു എയിം, അവരവരുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്തു PSG. സോ 2025 അങ്ങനെ കംപ്ലീറ്റ് ആയി. താങ്ക് യു സോ മച്ച്.